ഹലോ, വെൽക്കം ബാക്ക് ആഡംസ് വേൾഡ്. ഗോവയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ബീച്ചസാണ്. ബീച്ചും ബീച്ചിൻ്റെ ആക്ടിവിറ്റീസാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ ബീച്ച് എന്ന് പറയുന്നത് കലിംഗുട്ടെ ബീച്ചാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ബീച്ചിലേക്ക് എൻട്രി ചെയ്യണ അവിടെ തന്നെ ഒരു ഗോൾഡൻ മാനെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആഡം ഓടിച്ചെന്ന് ഷെയ്ക്കിൻ്റെ കൊടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് എൻട്രി ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിങ്ങിനും പറ്റിയ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഏഡും ലൂക്കും മണ്ണിലും വെള്ളത്തിലും നല്ല കളിയായിരുന്നു. ഞങ്ങളതിൻ്റെ ഇടയിൽ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്തു. അവിടെ തന്നെ ഒരുപാട് ചേച്ചിമാർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ത്രെഡ് കൊണ്ട്. അപ്പോൾ അത് ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വിശപ്പായി. ഞങ്ങൾ കോക്ടെയിൽ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് കുറച്ച് ദൂരം പോയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. ആദ്യം നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഒരു വിൻറ്റേജ് ലുക്കായിരുന്നു. അവിടുത്തെ വാഷ്റൂം വരെ അത്രയും ഒരു വിൻറ്റേജ് ലുക്കിലുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അവിടുത്തെ മെനു അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചെന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നൈറ്റ് ലോബോസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അവിടുത്തെ ഫുഡും കോക്ടെയിലും എല്ലാതും നല്ലതായിരുന്നു. സർവീസും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ മെയിൻ ഫുഡ് വരുന്നത് താലിയാണ്. ഫിഷ് താലിയാണ് നമ്മൾ പറഞ്ഞത്. ഫിഷ് താലിയിൽ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും പിന്നെ കക്കയുടെ ഒരു കറി, ക്രാബ് മീറ്റ് വെച്ചിട്ടൊരു കറി, പിന്നെ രസം, പിക്കിള്, വെജിറ്റബിൾ കറി, സാലഡ്, അങ്ങനെ ഒരുപാട് കറി ഉണ്ടായിരുന്നു വെജിറ്റബിളിൻ്റെ. എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നല്ല ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഇവിടെ എൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.